ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആന്റോണിംസ് ആണ് കേട്ടോ, ഓപ്പോസിറ്റ് ആണ്. അപ്പം ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. മുമ്പ് ചെയ്തിട്ടുള്ള ആന്റോണിംസിന്റെ രണ്ട് വീഡിയോസ് തമ്മിൽ മേർജ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ആന്റോണിംസിന്റെ എന്താ പറയുക ലിങ്ക് കാണുന്നില്ല, ക്ലാസ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം മുമ്പ് ഈ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണം എന്നില്ല. അല്ലാത്ത ആൾക്കാർ കാണാം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആന്റോണിംസ് ആണ്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വിപരീതം. ഇതൊക്കെയാണ് ആന്റോണിംസിന്റെ അർത്ഥങ്ങൾ. സിനോണിംസ് ആയാലും ആന്റോണിംസ് ആയാലും പെട്ടെന്ന് എളുപ്പത്തിൽ അങ്ങ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല, കാരണം കുറേ വേർഡ്സുകളുണ്ട്. അപ്പോൾ അതല്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം പഠിക്കുക. അപ്പോൾ നമുക്ക് ആന്റോണിംസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ ഇസ് ബോയ്കോട്ട്. ബോയ്കോട്ടിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, അല്ലെങ്കിൽ ആന്റോണിം എന്താണ്? അക്സെപ്റ്റ്. ബോയ്കോട്ട് ചെയ്യുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ബോയ്കോട്ട് ചെയ്യുക, അതിൻ്റെ ഓപ്പോസിറ്റാണ് അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക. അപ്പോൾ അതെങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ബോയ്കോട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ബോയ്ക്കട്ടൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെ ആലോചിക്കുക കേട്ടോ. ബോയ്ക്കട്ടൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരെ ആലോചിക്കുക. അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാവും ഭയങ്കര നീണ്ട മുടിയൊക്കെ വേണം എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ബോയ്ക്കട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബോയ്ക്കട്ടിൻ്റെ ഓപ്പോസിറ്റാണ് അക്സെപ്റ്റ്. എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതൊരു റോങ്, ആ ഒരു രീതിയിൽ നമുക്ക് അതും കൂടെ ലിങ്ക് ചെയ്യാം. അല്ലെങ്കിൽ പഠിക്കുമ്പോൾ സിനോണിം ആണോ ആന്റോണിം ആണോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ആന്റോണിം നോക്കാം. സെലിബസി. സെലിബസിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് മാരേജ് ആണ്. ഇത് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണ് സെലിബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ, പറഞ്ഞു കഴിഞ്ഞാലല്ല. സെലിബസിയുടെ ഓപ്പോസിറ്റ് ആണ് മാരേജ്. സെലിബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കല്യാണം കഴിക്കില്ല എന്ന് പ്രതിജ്ഞയൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെലിബസി എന്ന് പറയുന്നത് കേട്ടോ. അതായത് അവിവാഹിത അവസ്ഥ, അതിനെയാണ് സെലിബസി എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മാരേജ്, അതായത് കല്യാണം കഴിക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. അതായത് സെലിബസി എന്ന് പറയുമ്പോൾ നമുക്ക് സെലിബ്രിറ്റീസ് ഒക്കെ ഇല്ലേ, അവരൊക്കെ സാധാരണ മാരേജിന് ശേഷം അഭിനയിക്കാൻ പോകാറില്ല, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാം അല്ലേ. അതായത് സെലിബസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെലിബസിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാരേജ് ആണ്. അതായത് മാരേജിന് ശേഷം സെലിബ്രിറ്റി ആവാൻ പറ്റില്ല, ആ പറ്റില്ലയാണ് ഓപ്പോസിറ്റ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ സിനോണിം ആണോ ആന്റോണിം ആണോ എന്നുള്ളത് തിരിഞ്ഞു പോകും. അപ്പോൾ സെലിബസി എന്ന് പറഞ്ഞാൽ എന്താണ്? സെലിബസിയുടെ ഓപ്പോസിറ്റ് എന്താണ്? മാരേജ്. അതായത് മാരേജിന് ശേഷം സെലിബ്രിറ്റി ആവാൻ പറ്റില്ല, അതാണ് ഓപ്പോസിറ്റ് എന്ന് പറയാൻ കാര്യം. അടുത്ത വാക്ക് നോക്കാം. അനാലിസിസ്. അനാലിസിസിൻ്റെ ഓപ്പോസിറ്റാണ് സിന്തസിസ്. അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് അനലൈസ് ചെയ്യുക, അതായത് വെട്ടിമുറിച്ച് മനസ്സിലാക്കുക, ഇതൊക്കെ. അപ്പോൾ അനലൈസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സിന്തസിസ് ആണ്. സിന്തസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ചെറിയ ക്ലാസ്സിലൊക്കെ. അതിന് വേണമെങ്കിൽ ഈ ഫോട്ടോ സിന്തസിസ് എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഗ്രീൻ പ്ലാന്റ്സിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? വെള്ളം വേണം, കാർബൺ ഡയോക്സൈഡ് വേണം, സൺലൈറ്റ് വേണം അല്ലേ. ഇതൊക്കെ വെച്ചിട്ടല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത്, സ്റ്റാർച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം, അതായത് എല്ലാം കൂടി യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് കേട്ടോ. അപ്പോൾ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ചേരുക. നെക്സ്റ്റ് ആന്റോണിം നോക്കാം. ഗൈറ്റി. ഗൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറോ ആണ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറോ ആണ്. ഗൈറ്റിയുടെ ഓപ്പോസിറ്റ് സോറോ ആണ്. ഗൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹ്ലാദം, അതായത് സന്തോഷം കേട്ടോ. സോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, വിഷമം അല്ലെങ്കിൽ സാഡ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഗൈറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരുന്നത്? സോറോ. ഗൈറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗേറ്റ് ഇല്ലാത്തൊരവസ്ഥ ആലോചിക്കുക. ഗൈറ്റി എന്ന് പറയുമ്പോൾ ഗേറ്റ്, പിന്നെ ഇൻറ്റു അല്ലേ, ഓപ്പോസിറ്റ് അല്ലേ, അപ്പോൾ ഇല്ലാത്ത അവസ്ഥ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഗേറ്റ് ഇല്ലാത്തൊരവസ്ഥയാകുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് വിഷമം ഉണ്ടാവും, അതായത് സോറോ ആയിരിക്കും. അടുത്ത വാക്ക് റിജിഡ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫ്ലെക്സിബിൾ. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു വേർഡായിരിക്കും. അതായത് ഭയങ്കര ദൃഢമായിട്ടൊക്കെ ഇരിക്കുക, അതാണ് റിജിഡ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ പറയുന്നത്? ഫ്ലെക്സിബിൾ ആണ്, അതായത് നന്നായിട്ട് വഴങ്ങുന്ന. അപ്പോൾ ഈ വേർഡ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊരു നോട്ട്ബുക്കിൽ എല്ലാതും എടുത്ത് എഴുതുക. അപ്പോൾ റിജിഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഫ്ലെക്സിബിൾ. അടുത്ത ആന്റോണിം നോക്കാം. ബാർബറസ്. ബാർബറസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സിവിലൈസ്ഡ് ആണ്. ബാർബറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ കേട്ടോ, അതിനാണ് നമ്മൾ ബാർബറസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാർബറസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സിവിലൈസ്ഡ്. സിവിലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരമുള്ള ആൾക്കാരെയാണ് നമ്മൾ സിവിലൈസ്ഡ് എന്ന് പറയുന്നത്. അൺസിവിലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം ഇല്ലാത്ത ആൾക്കാരെ. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. അതായത് ബാർബറസ് എന്ന് പറയുമ്പോൾ ബാർബർ ഷോപ്പ് ആലോചിക്കുക. അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അതായത് കുറേ താടിയും മുടിയും ഈ കാട്ടുജാതിയൊക്കെ പോലെ തോന്നുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെ ജസ്റ്റ് ലിങ്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരാളെ ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ എന്ത് പറ്റും? അയാളെ സിവിലൈസ്ഡ് ആക്കി മാറ്റും അല്ലേ. മുടിയൊക്കെ വെട്ടി
ആ വെട്ടലാണ് ഞാൻ ഇൻറ്റു ആക്കി എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആൻറ്റോണിമും സിനോണിമും മാറിപ്പോവും. അത് മാറിപ്പോവാതിരിക്കാനാണ് ആ ഇൻറ്റു നിങ്ങൾ ഓർക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ബാർബറസിൻ്റെ ആൻറ്റോണിം എന്ന് പറയണതാണ് അത് സിവിലൈസ്ഡ്. ആൻറ്റോണിം നോക്കാം. മൊമെൻ്ററി. മൊമെൻ്ററിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ലാസ്റ്റിംഗ്. മൊമെൻ്ററി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ജസ്റ്റ് എ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുമ്പോൾ ലാസ്റ്റിംഗ് ആണ്. അതായത് ലാസ്റ്റ് ചെയ്യുക, കുറച്ച് നേരം, കുറച്ചും കൂടെ ഡ്യൂറേഷൻ ഉണ്ട് ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ മൊമെൻ്ററിയുടെ ഓപ്പോസിറ്റ് എന്താണ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്താണ്? ലാസ്റ്റിംഗ്. അടുത്ത ആൻറ്റോണിം നോക്കാം. ഫിക്കിൾ. ഫിക്കിളിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് ഫിക്കിളിൻ്റെ ഓപ്പോസിറ്റ്? കോൺസ്റ്റൻ്റ് ആണ്. ഇത് സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മീനിങ് ആണ് ഫിക്കിളിൻ്റെ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കോൺസ്റ്റൻറ്റ്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന, അതിൻ്റെ വാല്യൂ മാറാത്തത്, അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. അതായത് ഫിക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പിക്കിൾ ആലോചിക്കുക. അതായത് പിക്കിളില്ലേ, അച്ചാറ്, അത് ആലോചിക്കുക. അപ്പോൾ പിക്കിൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് കഴിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫിക്കിൾ കോൺസ്റ്റൻറ്റ് നല്ലതല്ല, അതാണ് ഇൻറ്റു കേട്ടോ. അപ്പോൾ ഫിക്കിൾ കോൺസ്റ്റൻറ്റ് അല്ല, അതാണ് ഇൻറ്റു എന്ന് പറയാൻ കാര്യം. അപ്പോൾ ഫിക്കിളിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കോൺസ്റ്റൻറ്റ്. അടുത്ത ആൻറ്റോണിം നോക്കാം. ഇലുമിനേറ്റ്. ഇലുമിനേറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്ലൗഡാണ്. ഇലുമിനേറ്റിൻ്റെ ഓപ്പോസിറ്റ് ക്ലൗഡാണ്. ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ആകെ മൂടി നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് ക്ലൗഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇലുമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് ചെയ്യുക, അതൊക്കെയല്ലേ ഇലുമിനേറ്റിൻ്റെ അർത്ഥം. അപ്പോൾ ഇലുമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്ലൗഡ്, അതായത് വെളിച്ചം കുറഞ്ഞ, ലൈറ്റ് കുറഞ്ഞ, അങ്ങനെ ലിങ്ക് ചെയ്യാലോ. അപ്പോൾ അർത്ഥം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇലുമിനേറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ക്ലൗഡാണ്. അടുത്ത ആൻറ്റോണിം നോക്കാം. എക്വിറ്റിൻ്റെ ഓപ്പോസിറ്റ് കൺവിക്റ്റ് ആണ്. എന്താണ് എക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുറ്റവിമുക്തൻ, അതായത് കുറ്റം ചെയ്യാത്ത ഒരാളിനെയാണ് നമ്മൾ എക്വിറ്റ് എന്ന് പറയുന്നത്. അതേസമയം കൺവിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്ന ആളെയാണ് നമ്മൾ കൺവിക്റ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്കത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ആലോചിക്കുക. കൺവിക്റ്റിനകത്തെ കണ്ണ്, അതായത് ഒരാളെ കണ്ണ് വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അപ്പോൾ അവിടുന്ന് ക്വിറ്റ് ചെയ്യണം എന്ന് ആലോചിക്കുക കേട്ടോ. കണ്ണ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്വിറ്റ് ചെയ്യണം. അപ്പോൾ കൺവിക്റ്റിനകത്തുള്ള CON. അപ്പോൾ കൺവിക്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? എക്വിറ്റ്, ക്വിറ്റ് ചെയ്യുക. അടുത്ത ആൻറ്റോണിം നോക്കാം. ഹോമേജ്. ഹോമേജിൻ്റെ ഓപ്പോസിറ്റ് ഫിയാൻസ് ആണ്. ഹോമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദരിക്കുക കേട്ടോ, അതാണ് ഹോമേജിൻ്റെ അർത്ഥം. ഡിഫിയാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാദരം അല്ലെങ്കിൽ അവഹേളിക്കുക, ആ ഒരു മീനിങ് ആണ് ഡിഫിയാൻസിൻ്റെ. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അതായത് ഹോമേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഹോം ഏജ്, വീട്ടിലേക്ക് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും സഹായത്തിനൊക്കെ വേണ്ടിയിട്ട് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയാൾ ആദരിക്കും. അപ്പോൾ ആ മീനിങ് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഹോമേജിൻ്റെ മീനിങ് തന്നെയാണ് ആദരിക്കുക. നമ്മൾ വയസ്സായിട്ടുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ അയാളെ ആദരിക്കും. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അയാളെ ഇറക്കി വിടും. ചില ആൾക്കാരുണ്ട് അവരെയൊക്കെ ഇറക്കി വിടുന്നത്, അതായത് പൈസ ഒന്നും കൊടുക്കാണ്ട് ഇറക്കി വിടും, അതാണ് ഡിഫിയാൻസ്. ഡിഫിയാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫിനാൻസ് ആലോചിക്കുക കേട്ടോ. പൈസ ആ ഒരു രീതിയിൽ ലിങ്ക് ചെയ്യുക. പൈസ കൊടുക്കില്ല, അതാണ് ഓപ്പോസിറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എല്ലാം പഠിക്കുമ്പോൾ അങ്ങനെയും കൂടെ കണക്ട് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ സിനോണിംസ് ആണോ ആൻറ്റോണിംസ് ആണോ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആവില്ല. അപ്പോൾ ഹോമേജ് എന്ന് പറയുമ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അയാളെ ആദരിക്കും, അത് വേർഡിൻ്റെ മീനിങ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പൈസ കൊടുക്കാണ്ട് അയാളെ ഇറക്കി വിടുക, ഡിഫിയാൻസ്. പൈസ കൊടുക്കില്ല എന്ന് കാണിക്കാനാണ് ഫിനാൻസ് ആലോചിക്കാൻ ഞാൻ പറഞ്ഞത്. അതായത് ഡിഫിയാൻസിനകത്തെ ഫിനാൻസ് എന്ന് എടുക്കുക, ആ ഫിനാൻസ് കൊടുക്കില്ല, അതാണ് ഓപ്പോസിറ്റ് കേട്ടോ, കൊടുക്കില്ല. അപ്പോൾ ഡിഫിയാൻസ്. അടുത്ത ആൻറ്റോണിം നോക്കാം. എക്സ്ട്രാ വാഗൻറ്റ്. എക്സ്ട്രാ വാഗൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മൈസർലിനസ് ആണ്. എന്താണ്? മൈസർലിനസ്. നമുക്കറിയാം എക്സ്ട്രാ വാഗൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേസ്റ്റ്ഫുൾ അല്ലെങ്കിൽ ലാവിഷ്, ആ ഒരു മീനിങ് ആണ് എക്സ്ട്രാ വാഗൻറ്റിൻ്റെ. അതിൻ്റെ ഓപ്പോസിറ്റ് പറയണത് മൈസർലിനസ് ആണ്. അതായത് മൈസർ എന്നുള്ള വാക്ക് നമുക്കറിയാലോ, പിശുക്കൻ എന്നൊക്കെ പറയും, ശരിയല്ലേ? അപ്പോൾ സിനോണിം പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ വാഗൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ വാങ്ങി എന്ന് ആലോചിക്കുക കേട്ടോ. അതായത് വേസ്റ്റ് ചെയ്യുക, ലാവിഷ് ആവുക, ആ ഒരു മീനിങ് ആണ് എക്സ്ട്രാ വാഗൻ്റെ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ മൈസർ, അതായത് പിശുക്കനാണ്, അതായത് ലാവിഷ് അല്ലാത്ത ആൾ, അതായത് പിശുക്കൻ, മൈസർലിനസ്. ഒന്നല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുക. അങ്ങനെ മൈസറിൻ്റെ മീനിങ് അറിയാത്ത ആൾക്കാർക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. അതായത് സാധാരണ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ക്യാൻറ്റീനിലൊക്കെ പോകാറുണ്ട്, ആ സമയത്ത് ഒരു ലൈനിലൊക്കെ നമ്മൾ നിൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും ഫുഡ് എക്സ്ട്രാ വാങ്ങിയിട്ട് അത് വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു സാറുണ്ടാവും, അതാണ് മൈസർ കേട്ടോ. അപ്പോൾ മൈസർ ലൈനസ്, അതായത് മൈസർ ലൈനിൻ്റെ അവിടെ ഉണ്ടാവും. അതായത് എക്സ്ട്രാ വാങ്ങിയിട്ടുള്ള ഫുഡ് വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു സാർ ഉണ്ടാവും. അങ്ങനെയും വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ വാഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മൈസർലിനസ്. അതിൻ്റെ സിനോണിം എന്താണ്? വേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലാവിഷ് ആവുക. അടുത്ത ആൻറ്റോണിം നോക്കാം. ഇഡിയോസി. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സെഗാസിറ്റി ആണ്.
ഇഡിയോസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഡിയറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാം. ഇഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ബുദ്ധിയില്ലാത്ത, ബുദ്ധിശൂന്യത, ആ ഒരു മീനിങ് അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സഗാസിറ്റി. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകം അല്ലെങ്കിൽ ബുദ്ധി കൂർമ്മത എന്നൊക്കെ നമുക്ക് പറയാം. സിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഇഡിയസി. ഇനി എങ്ങനെ നമുക്ക് ഇതിനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. അതായത് ഇഡിയസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഡിയറ്റിനെ തന്നെ ആലോചിക്കുക. ഈ ഇഡിയറ്റ്സ് ഒക്കെ ഒരു പെർട്ടിക്കുലർ സിറ്റിയിലുണ്ടെന്ന് വിചാരിക്കാം. സഗാസിറ്റി, അതിനകത്ത് സിറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ ഇഡിയറ്റ്സിൻ്റെ ഒരു സിറ്റി ഉണ്ട്. അത് നല്ലതാണോ? അല്ല, അതാണ് റോങ് ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ലിങ്ക് ചെയ്യാൻ നമുക്ക് ആൻറ്റോണിയം ആയിട്ട്. അപ്പോൾ ഇഡിയോസിയുടെ ഓപ്പോസിറ്റ് എന്താണ്? സഗാസിറ്റി. ഇഡിയോസി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ കോഡ്സ് പറയുന്നത്. അടുത്ത ആൻറ്റോണിയം നോക്കാം. ബ്ലാസ്ഫെമസ്. ബ്ലാസ്ഫെമസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റിലീജിയസ് ആണ്. ബ്ലാസ്ഫെമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ നിന്ദിക്കുക, ആ ഒരു മീനിങ് ആണ് ബ്ലാസ്ഫെമസിൻ്റെ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റിലീജിയസ്, അതായത് റിലീജിയസ് ആയിട്ടുള്ള ഒരാൾ കേട്ടോ. എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ബ്ലാസ്റ്റ് ചെയ്തിട്ട് ഫേമസ് ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ റിലീജിയസ് അല്ല, അതാണ് ഓപ്പോസിറ്റ് കേട്ടോ. അപ്പോൾ ബ്ലാസ്ഫെമസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റിലീജിയസ്. അങ്ങനെ നമുക്ക് ജസ്റ്റ് ലിങ്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂസ് ചെയ്യണ പല കോഴ്സും യാഥാർത്ഥികമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല, ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്പിരിറ്റിൽ കാണാം. അടുത്ത വാക്ക് നോക്കാം. സ്റ്റാഗ്നൻറ്റ്. സ്റ്റാഗ്നൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് മൊബൈൽ. എന്താണ്? സ്റ്റാഗ്നൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മൊബൈൽ. സ്റ്റാഗ്നൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാഗ്നൻറ്റ് വാട്ടർ, അതായത് കെട്ടി നിൽക്കുന്ന വെള്ളം എന്നൊക്കെ പറയും അല്ലേ. അതായത് നിശ്ചലമായ, കെട്ടി നിൽക്കുന്ന, ഇതൊക്കെയാണ് സ്റ്റാഗ്നൻ്റെ മീനിങ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് മൊബൈൽ. മൊബൈൽ നമുക്കറിയാം, മൊബൈൽ ഇലക്ട്രോൺസ്, മൊബൈൽ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ്, അതായത് നിശ്ചലമല്ലാത്തത്, നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെയാണ് മൊബൈലിൻ്റെ അർത്ഥം. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാഗ്നൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മൊബൈൽ. അടുത്ത ആൻറ്റോണിയം നോക്കാം. ബ്രേവ്. ബ്രേവിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ടിമിഡ് ആണ്. എന്താണ് ബ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യശാലി അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ടിമിഡ് ആണ്. ടിമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഭീരു, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2 ടീം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് ടീം ഫൈറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, തല്ല് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കും അല്ലേ. അപ്പോൾ ഭീരുക്കൾ എന്ത് ചെയ്യും? അവർ ഏതാണ്ട് ഒരു മിഡിൽ സ്റ്റാൻഡിൽ നിൽക്കും അല്ലേ. അപ്പോൾ ആ മിഡാണ് നമ്മളിവിടെ ടിമിഡിനകത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ടിമിഡിനകത്ത് മിഡ് എടുക്കുക. അപ്പോൾ ഭീരുക്കളാണ് എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്യാലോ. അപ്പോൾ ബ്രേവിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ടിമിഡ്. ആ മിഡാണ് നമ്മളിവിടെ കോഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ആൻറ്റോണിയം നോക്കാം. സെനിത്ത്. സെനിത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് നേതർ എന്ന് പറയുന്നത്. സെനിത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് നേതർ. എന്താണ് സെനിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉയർച്ചയുടെ, അതായത് നമ്മുടെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിനെയാണ് നമ്മൾ സെനിത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നേതർ, അതായത് ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു പോയിന്റ്, അതിനൊക്കെയാണ് നമ്മൾ നേതർ എന്ന് പറയുന്നത്. അപ്പോൾ സെനിത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ ആൻറ്റോണിയം ആണ് നേതർ. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഇത് ആലോചിക്കാൻ നമുക്ക് സീനത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടിയുണ്ട് അല്ലേ, ഒരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ സീനത്തും അതേപോലെ തന്നെ നാദിർഷേനെ ആലോചിച്ചാൽ മതി. അപ്പോൾ സീനത്ത് അതാണ് സെനിത്ത് കേട്ടോ. സെനിത്തിൻ്റെ ആൻറ്റോണിയം ആണ് നാദിർ, അതായത് നാദിർഷേനെ ആലോചിക്കുക. രണ്ടുപേരും കോമഡിയാണ്, ഒരാൾ മെയിലും ഒരാൾ ഫീമെയിലും ആണ്. അതാണ് ഓപ്പോസിറ്റ് എന്ന് കൊടുക്കാൻ കാര്യം. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ലിങ്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ സെനിത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നേതർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻറ്റോണിയമിലേക്ക് കയറാം. ഫസ്റ്റ് ആൻറ്റോണിയം ഇസ് ക്വസൻറ്റ്. ക്വസൻറ്റിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിയം എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവാണ്. എന്താണ് ക്വസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വൈറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ക്വൈറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു മീനിങ്ങിനെയാണ് നമ്മൾ ക്വസൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആൻറ്റോണിയം അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ആവുക കേട്ടോ. അപ്പോൾ ആക്റ്റീവ് ആണ് ക്വസൻറ്റിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ആ വേർഡിനകത്ത് തന്നെയുണ്ട് ക്വസൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്വൈറ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാം. അപ്പോൾ ക്വൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആക്റ്റീവായിട്ട് എടുക്കാം, വേണമെങ്കിൽ അങ്ങനെ ലിങ്ക് ചെയ്യാം. ആ വേർഡ് ഫുൾ ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്വസൻറ്റിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. ക്വസൻറ്റിന് നമുക്ക് ക്യൂവിൽ സെൻറ്റ് അടിച്ച് നിൽക്കുന്ന ഒരാൾ, അതായത് ഒരു ക്യൂ ഉണ്ട്, അതിനകത്ത് ക്വസൻറ്റ് കേട്ടോ. ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ പറയുന്നതാണ്. ക്വസൻറ്റ് എന്ന് പറയുമ്പോൾ ക്യൂവിൽ സെൻറ്റ് അടിച്ചിട്ട് ഒരാൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അയാൾ ക്യൂവിൽ നിൽക്കുകയാണ്, അപ്പോൾ അയാൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റുമോ? ഇല്ല. അതാണ് ക്വസൻറ്റ് ആക്റ്റീവ് അല്ല. അപ്പോൾ അങ്ങനെയും കൂടെ പഠിക്കണം. കാരണം അല്ലെങ്കിൽ ആൻറ്റോണിയം സിനോണിയം എന്നുള്ളത് നമുക്ക് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പഠിക്കാൻ പറയുന്നത്. അപ്പോൾ ക്വസൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് കേട്ടോ. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? ഒന്നല്ലെങ്കിൽ ക്വൈറ്റ് ആണെന്നുള്ളത് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ക്വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആക്റ്റീവ്, അങ്ങനെ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അല്ലെങ്കിൽ ക്വസൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യൂവിൽ സെൻറ്റ് അടിച്ച് ഒരാൾ നിൽക്കുന്നുണ്ട്, അപ്പോൾ അയാൾക്ക് ആക്റ്റീവ് ആവാൻ പറ്റില്ല, അതാണ് ആൻറ്റോണിയം. കാരണം അയാൾ ക്യൂവിൽ നിൽക്കുകയാണ്, അങ്ങനെ റിലേറ്റ് ചെയ്യാം.
നെക്സ്റ്റ് വേർഡ് നോക്കാം, കമ്പൽസറി. കമ്പൽസറിയുടെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താണത്, വോളണ്ടറി. ഞാൻ എടുത്ത് പറയാൻ കാര്യം ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കമ്പൽസറിയുടെ ആൻറ്റോണിം എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. അപ്പോൾ കമ്പൽസറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അതായത് കമ്പൽ ചെയ്യുക, കമ്പൽസറി അതായത് നിർബന്ധമായിട്ടും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് വോളണ്ടറി, അതായത് സ്വന്തം ഇഷ്ടപ്രകാരം, ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ കമ്പൽസറിയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. നമുക്കറിയാം ഈ വോളണ്ടിയേഴ്സൊക്കെ ഇല്ലേ, അവരൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും ഓരോന്നിനൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കമ്പൽസറി നിർബന്ധമായിട്ടും, ആ ഒരു മീനിങ് കേട്ടോ. അടുത്ത ആൻറ്റോണിം നോക്കാം, ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക് ആണ്. അപ്പോൾ 2 വാക്കുകളുണ്ട് കേട്ടോ. ഈ 2 വാക്കുകൾ നിങ്ങൾ പഠിക്കുക, കാരണം ഈ 2 എണ്ണം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഫ്രാഗ്രൻസ് സുഗന്ധം, നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്മെല്ല്, അതിനൊക്കെയാണ് നമ്മൾ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. ആൻറ്റോണിം എന്ന് പറയുന്നത് സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക് ആണ് കേട്ടോ. സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക്. അപ്പോൾ 2 എണ്ണവും PSC എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക് എന്ന് പറയുകയാണെങ്കിൽ നല്ല സ്മെല്ലല്ലാത്തത്, ദുർഗന്ധം, ആ ഒരു മീനിങ് ഒക്കെ കേട്ടോ. അതായത് അൺപ്ലസൻറ്റ് സ്മെൽ, അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക്. അപ്പോൾ ഫ്രാഗ്രൻസിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെഞ്ച് അല്ലെങ്കിൽ സ്റ്റിങ്ക് കേട്ടോ. ഇനി എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലല്ലേ, അതെവിടെ ഇല്ലാത്തത് നമുക്കറിയാം. ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റെഞ്ചിനെ ബെഞ്ചായിട്ട് എടുക്കാം കേട്ടോ, ബെഞ്ചും. അതേപോലെ തന്നെ സ്റ്റിങ്കിനെ നമുക്ക് സിങ്കായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ബെഞ്ചിലും അതേപോലെ തന്നെ സിങ്കിലും ഈ 2 സ്ഥലത്തും നല്ല അൺപ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണെന്ന് വിചാരിക്കുക, അതായത് നല്ലൊരു സ്മെല്ലല്ല, ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ സ്റ്റെഞ്ച് സ്റ്റിങ്ക്, ഫ്രാഗ്രൻസ് ഇല്ല, അതാണ് ഓപ്പോസിറ്റ് എന്ന് പറയാൻ കാര്യം. ക്ലിയർ ആണല്ലോ. അടുത്ത ആൻറ്റോണിം നോക്കാം, ഒപ്പേക്ക്. ഒപ്പേക്കിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ്. അത് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റ് കടത്തി വിടാത്ത ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഒപ്പേക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിമായിട്ട് വരുന്നത് എന്താണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തോടെ ഒരു മെറ്റീരിയൽ അതിനകത്തോടെ ലൈറ്റിനെ കടത്തി വിടും, അതിനെയാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക. അടുത്ത ആൻറ്റോണിം നോക്കാം, ഈഗോയിസം. ഈഗോയിസിൻ്റെ ഓപ്പോസിറ്റ് ഓൾട്രൂയിസം ആണ്. എന്താണ് ഈഗോയിസത്തിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത്, ഓൾട്രൂയിസം. എന്താണ് ഈഗോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വന്തം കാര്യം, ഈഗോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, സ്വന്തം കാര്യം അല്ലെങ്കിൽ സെൽഫിഷ്, ആ ഒരു മീനിങ് ഒക്കെയാണ് ഈഗോയിസത്തിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഓൾട്രൂയിസം. ഓൾട്രൂയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോപകാരം, അതായത് ഇപ്പം സ്വന്തം കാര്യം നോക്കാണ്ട് പരോപകാരമൊക്കെ ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ ഈ ഓൾട്രൂയിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈഗോയിസത്തിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾട്രൂയിസം. ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഈഗോയിസത്തിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഓൾട്രൂയിസം അല്ലേ. അപ്പോൾ ഓൾട്രൂയിസത്തിനകത്തുള്ള ട്രൂ എടുക്കുകയാണെ, ഓൾട്രൂയിസത്തിനകത്ത് ട്രൂ, അതായത് ഈഗോ വന്നു കഴിഞ്ഞാൽ പറയുന്നത് മുഴുവനും ട്രൂ അല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ ഈഗോ വന്നു കഴിഞ്ഞാൽ പറയണതെല്ലാതും ട്രൂ അല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്പോസിറ്റും കൂടി നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ സിനോണിം ആണോ ആൻറ്റോണിം ആണോ എന്നുള്ള കൺഫ്യൂഷൻ വരും. നമ്മൾ എക്സാമിന് ഇരിക്കുമ്പോൾ ഈ ഓപ്ഷനിൽ സിനോണിമും ആൻറ്റോണിമും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ലിങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോഡ്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതും കൂടെ ലിങ്ക് ചെയ്യുക, ഓപ്പോസിറ്റ് ആണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. ആൻറ്റോണിം നോക്കാം, ഒബ്സ്ക്യൂർ. ഒബ്സ്ക്യൂറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഫേമസ് ആണ് കേട്ടോ. ഒബ്സ്ക്യൂറിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്, ഫേമസ് ആണ്. ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് അല്ലാത്തത്, അതായത് അൺനോൺ ആയിട്ടിരിക്കുന്നതിനൊക്കെയാണ് നമ്മൾ, അൺനോൺ അറിയാത്തത്, അതിനൊക്കെയാണ് നമ്മൾ ഒബ്സ്ക്യൂർ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഫേമസ്, അതായത് എല്ലാവർക്കും അറിയാവുന്ന, ആ ഒരു മീനിങ് ആണ് ഫേമസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സ്ക്യൂറിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്, ഫേമസ് ആണ്. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഒബ്സ്ക്യൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓസ്കർ ആലോചിക്കുക കേട്ടോ, ഓസ്കർ അവാർഡില്ലേ, ഓസ്കർ ആലോചിക്കുക. അപ്പോൾ ഓസ്കർ കിട്ടിയില്ലെങ്കിൽ അതാണ് ഓപ്പോസിറ്റ് കേട്ടോ. ആ ഓപ്പോസിറ്റും കൂടെ ലിങ്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഓസ്കർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫേമസ് ആവില്ല. അപ്പോൾ 2 സ്ഥലത്തും ഞാൻ ഈ ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായാലും നിങ്ങൾ തെറ്റിക്കരുത്, ആൻറ്റോണിം ആണെന്നുള്ളത് മനസ്സിൽ നിന്ന് പോകരുത്. അപ്പോൾ ഒബ്സ്ക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒബ്സ്ക്യൂറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫേമസ്. ഓസ്കർ കിട്ടിയില്ലെങ്കിൽ ഇൻറ്റു, അതാണ് ആൻറ്റോണിം, ഫേമസ് ആവില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒബ്സ്ക്യൂറിൻ്റെ മീനിങ് എന്താണ്, അൺനോൺ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഫേമസ്. അടുത്ത ആൻറ്റോണിം നോക്കാം, എഫ്ലുവൻസ്.
എഫ്ലുവൻസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പോവേർട്ടി ആണ്, അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് പോവേർട്ടി ആണ്. നമ്മൾ സിനോണിം പഠിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ വേർഡ് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. എഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൽത്തി ആണ്. നമ്മൾ എങ്ങനെ ലിങ്ക് ചെയ്തിരുന്നത്? എഫ്ലുവൻ്റ് ആയിട്ട്, അതായത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ നല്ല വെൽത്തി ആയിരിക്കും എന്ന് ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെ ഇവിടെ എടുത്താൽ മതി. അപ്പോൾ എഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്തി എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പോവേർട്ടി. അപ്പോൾ രണ്ടും പഠിക്കുക, സിനോണിമും ഓർക്കുക, ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ സിനോണിമും ഓർക്കുക, അതേപോലെ തന്നെ ആൻറ്റോണിമും കൂടെ ലിങ്ക് ചെയ്യുക. അപ്പോൾ എഫ്ലുവൻസിൻ്റെ ആൻറ്റോണിം എന്താണ്? പോവേർട്ടി എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അടുത്ത ആൻറ്റോണിം നോക്കാം, വെറ്ററൻ. വെറ്ററൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് നോവൈസ് ആണ്. എന്താണ് വെറ്ററൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ്, യുദ്ധവിദഗ്ധൻ, ആ ഒരു മീനിങ് ഒക്കെയാണ്. എക്സ്പേർട്ട്, ആ ഒരു മീനിങ് ആണ് വെറ്ററൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം ആയിട്ട് പറയുന്നത് എന്താണ്? നോവൈസ് ആണ്. എന്താണ് നോവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ടിങ്, അതായത് ബിഗിനറിനെയൊക്കെയാണ് നമ്മൾ നോവൈസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ വെറ്ററൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആൻറ്റോണിം എന്താണ്? നോവൈസ് ആണ്. അപ്പോൾ അതെങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. വെറ്ററൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് നോവൈസ് ആണ്. അപ്പോൾ നോവൈസ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നോ വൈസ് എന്ന് എടുക്കുക. അതായത് വയസ്സ് തോന്നില്ല, വയസ്സില്ല, ആ ഒരു മീനിങ് കേട്ടോ. വയസ്സ് തോന്നില്ല, ആ ഒരു മീനിങ് എടുക്കുക നോ വയസ്സിനകത്ത്. അപ്പോൾ വയസ്സ് തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ടൊക്കെ ഒന്ന് ഓടിയാൽ മതി അല്ലേ? അങ്ങനെ ലിങ്ക് ചെയ്യാമല്ലോ. അപ്പോൾ വെറ്ററാനകത്തുള്ള റാൻ എടുക്കുക, അതായത് ഓടി, ആ ഒരു മീനിങ്ങിൽ. അപ്പോൾ നോ വയസ്സിൻ്റെ ഓപ്പോസിറ്റ്, അതായത് വയസ്സ് തോന്നാതിരിക്കാനാണ് ഞാൻ ആൻറ്റോണിയമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. തോന്നാതിരിക്കാൻ, അതാണ് ഓപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വയസ്സ് തോന്നാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓടിയാൽ മതി, അതാണ് റാൻ. ഇനി ഓടിക്കഴിയുമ്പോൾ നമ്മൾ നാച്ചുറലി വെറ്റാവും, നമ്മൾ സ്വെറ്റൊക്കെ ചെയ്തിട്ട് വെറ്റാവും, വേർക്കും, ആ ഒരു മീനിങ്ങിൽ വെറ്റ് എടുക്കുക. അപ്പോൾ വെറ്ററാൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് നോവൈസ് ആണ്. അടുത്ത ആൻറ്റോണിം നോക്കാം, ഒബ്ലിട്രേറ്റ്. ഒബ്ലിട്രേറ്റിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത് ഫോർജ് ആണ് കേട്ടോ. ഒബ്ലിട്രേറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഫോർജ് ആണ്. എന്താണ് ഒബ്ലിട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക, ഇല്ലാണ്ടാക്കുക, ക്യാൻസൽ ചെയ്യുക, ഇതൊക്കെയാണ് ഒബ്ലിട്രേറ്റിൻ്റെ മീനിങ്. അപ്പോൾ ഇതിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർജ് ആണ്. ഫോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം കൊള്ളുക കേട്ടോ, ആ ഒരു മീനിങ് ആണ് ഫോർജിൻ്റെ. അപ്പോൾ ഒബ്ലിട്രേറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഫോർജ് ആണ്. ഇനി നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഒബ്ലിട്രേറ്റിനകത്ത് ലിറ്ററേറ്റ് എടുക്കുക കേട്ടോ. ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഴുതാനും വായിക്കാനൊക്കെ അറിയാം, ആ ഒരു മീനിങ്. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ലിറ്ററേറ്റ് എടുക്കുക. ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ എഴുതാനും വായിക്കാനും, ആ ഒരു മീനിങ്. അതായത് എന്ത് സാധനം പഠിക്കുമ്പോഴും നമ്മൾ എഴുതിയും വായിച്ചൊക്കെ പഠിക്കുക. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കേട്ടോ, ആൻറ്റോണിം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളത് മറന്നുപോകും, അതാണ് ഫോർജ് എന്ന് പറയുന്നത്. ഫോർജിന് പകരം ഫോർഗെറ്റ് ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാമല്ലോ. അതായത് ഒബ്ലിട്രേറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഫോർജ് ആണ്. ഒബ്ലിട്രേറ്റിൻ്റെ മീനിങ് എന്താണ്? നശിപ്പിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അതായത് രൂപം കൊള്ളുക അല്ലെങ്കിൽ രൂപം നൽകുക. ഇതൊക്കെയാണ് ഫോർജിൻ്റെ മീനിങ്. അടുത്ത ആൻറ്റോണിം നോക്കാം, റെക്ലെസ്. റെക്ലെസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കെയർഫുൾ ആണ് കേട്ടോ. എന്താണ് റെക്ലെസിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയുന്നത്? കെയർഫുൾ ആണ്. റെക്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ സാഹസികമായ, പെട്ടെന്ന് ചെയ്യുന്ന, ഇതിനൊക്കെയാണ് നമ്മൾ റെക്ലെസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആൻറ്റോണിയമായിട്ട് പറയുന്നത് കെയർഫുൾ ആണ്. ശ്രദ്ധയോടെ ചെയ്യുക, അതിനൊക്കെയാണ് നമ്മൾ കെയർഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ റെക്ലെസിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? കെയർഫുൾ ആണ്. ഇനി എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. റെക്ലെസ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ റെക്ക്, അത് നമുക്ക് റാക്കായിട്ട് എടുക്കാം കേട്ടോ. റാക്കില്ലേ വീട്ടിലൊക്കെ റാക്കുകൾ, അപ്പോൾ ആ റാക്കായിട്ട് എടുക്കാം. അപ്പോൾ റെക്ലെസ് എന്ന് പറയുമ്പോൾ റാക്ക് ലെസ്, അതായത് റാക്ക് ഇല്ല എന്നുള്ളൊരു മീനിങ് എടുക്കാം. അപ്പോൾ റാക്ക് ഇല്ലെങ്കിൽ നമ്മൾ കെയർഫുൾ ആവില്ല, അങ്ങനെ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. റെക്ലെസ് അതായത് റാക്ക് ലെസ് ആണ്, റാക്ക് ഇല്ലാത്തൊരവസ്ഥ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കെയർഫുൾ ആവില്ലയാണ് ആൻറ്റോണിയമായിട്ട് ലിങ്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഉണ്ടെങ്കിൽ റാക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ ഇടും, അതാണ് ഞാൻ കെയർഫുൾ ആവില്ല എന്ന് പറഞ്ഞ കേട്ടോ. അതായത് റെക്ലെസിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുന്നത് കെയർഫുൾ ആണ്. അടുത്ത വേർഡ് നോക്കാം, എബ്സ്റ്റെയിൻ. എബ്സ്റ്റെയിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് പേഴ്സിസ്റ്റൻ്റ് ആണ്. എബ്സ്റ്റെയിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് പേഴ്സിസ്റ്റൻ്റ് ആണ്. എബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു നിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ് എബ്സ്റ്റെയിൻ്റെ. അതിൻ്റെ ആൻറ്റോണിയമായിട്ട് വരുന്നത് പേഴ്സിസ്റ്റൻ്റ് ആണ്. പേഴ്സിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന, ആ ഒരു മീനിങ് ആണ് പേഴ്സിസ്റ്റൻ്റ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. പേഴ്സിസ്റ്റൻ്റ് പറയുമ്പോൾ നമ്മൾ പേഴ്സ് ആലോചിക്കുക കേട്ടോ. പേഴ്സിനകത്ത് സ്റ്റെയിൻ ഇല്ല കേട്ടോ. അപ്പോൾ എബ്സ്റ്റെയിനകത്തുള്ള സ്റ്റെയിൻ ഉണ്ടല്ലോ, ആ സ്റ്റെയിൻ എടുക്കുക, അതായത് കറ. അപ്പോൾ പേഴ്സിനകത്ത് സ്റ്റെയിൻ ഇല്ല എന്ന് കാണിക്കാനാണ് ഞാൻ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറയാൻ കാര്യം. അപ്പോൾ അങ്ങനെ പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ സിനോണിമ എന്നുള്ളത് മാറിപ്പോവും. അപ്പോൾ പേഴ്സിസ്റ്റൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്സ്റ്റെയിൻ ആണ്, അതായത് സ്റ്റെയിൻ ഇല്ലാത്ത പേഴ്സ്, അങ്ങനെ വേണമെങ്കിലും ലിങ്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എബ്സ്റ്റെയിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേഴ്സിസ്റ്റൻ്റ് ആണ്.
ഈ ക്വസ്റ്റ്യൻസ് എല്ലാം അതും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പാൻഡ്. എക്സ്പാൻഡിൻ്റെ ആൻറ്റോണിം എന്താ? അതെല്ലാവർക്കും അറിയായിരിക്കും. എന്താണ് എക്സ്പാൻഡിൻ്റെ ആൻറ്റോണിം? കോൺട്രാക്ട് അല്ലേ? എക്സ്പാൻഡ് ചെയ്യുക, വികസിക്കുക. കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങുക, ആ ഒരു മീനിങ് അല്ലേ? അപ്പോൾ എക്സ്പാൻഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കോൺട്രാക്ട് ആണ്. അടുത്ത ആൻറ്റോണിം നോക്കാം, ടെഡിയസ്. ടെഡിയസിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് റിലാക്സ്ഡ് ആണ്. എന്താണ് ടെഡിയസിൻ്റെ ആൻറ്റോണിം? റിലാക്സ്ഡ്. എന്താണ് ടെഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ഷീണിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ടയേർഡ് ആവുക, ആ ഒരു മീനിങ് ആണ് ടെഡിയസിൻ്റെ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടയേർഡ് അല്ലാത്ത അവസ്ഥ, അതായത് റിലാക്സ്ഡ്. ക്ലിയർ ആണല്ലോ? എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ടെഡിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെഡി ബെയറിനെ ആലോചിക്കുക അല്ലേ? ടെഡി ബെയർ ഇല്ലെങ്കിൽ അതാണ് ഓപ്പോസിറ്റ് കേട്ടോ. അപ്പോൾ ടെഡിയസ് എന്ന് പറയുമ്പോൾ ടെഡി ബെയർ ഇല്ലെങ്കിൽ റിലാക്സ്ഡ് ആവില്ല. ഓക്കെ, ടെഡിയസിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? റിലാക്സ്ഡ്. ടെഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുക അല്ലെങ്കിൽ ക്ഷീണിപ്പിക്കുക, ആ ഒരു മീനിങ് ആണ് ടെഡിയസിനുള്ളത്. അതേപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ള വേറൊരു ആൻറ്റോണിം എന്ന് പറയുന്നത് സ്റ്റാർട്ടിൽഡ് ആണ്. സ്റ്റാർട്ടിൽഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് റിലാക്സ്ഡ് കേട്ടോ. അപ്പോൾ ടെഡിയസിൻ്റെ ഓപ്പോസിറ്റും റിലാക്സ്ഡ്, അതേപോലെ തന്നെ സ്റ്റാർട്ടിലിൻ്റെ ഓപ്പോസിറ്റും റിലാക്സ്ഡ് തന്നെയാണ്. ഇനി എന്താണ് സ്റ്റാർട്ടിൽ നോക്കാം. സ്റ്റാർട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ച് വിറച്ച, ആ ഒരു മീനിങ് ആണ് സ്റ്റാർട്ടിലിൻ്റെ. അപ്പോൾ സ്റ്റാർട്ടിലിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താ? റിലാക്സ്ഡ് ആണ്. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. നമ്മൾ ഏതൊരു പുതിയ കാര്യം ചെയ്തു തുടങ്ങുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തീരെ റിലാക്സ്ഡ് ആയിരിക്കില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റിലാക്സ്ഡ് ആവില്ല. അത് തന്നെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റാർട്ടിൽഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് എടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റിലാക്സ്ഡ് ആവില്ലയാണ് ഓപ്പോസിറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും സ്റ്റാർട്ടിങ്ങിൽ റിലാക്സ്ഡ് ആവില്ല. അപ്പോൾ സ്റ്റാർട്ടിൽഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റിലാക്സ്ഡ്. അതേപോലെ തന്നെ ടെഡിയസിൻ്റെ ഓപ്പോസിറ്റും റിലാക്സ്ഡ് തന്നെയാണ് കേട്ടോ. അടുത്ത ആൻറ്റോണിം നോക്കാം, ഹെൽപ്പ്. ഹെൽപ്പിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഹിൻഡർ ആണ്. അതായത് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹായിക്കുക, ഹിൻഡർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക, ഒരു മീനിങ് ഒക്കെയാണ് ഹിൻഡറിൻ്റെ വരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഹെൽപ്പിൻ്റെ ആൻറ്റോണിം ആണ് ഹിൻഡർ കേട്ടോ, തിരിഞ്ഞു പോരെ, സിനോണിം അല്ല, ആൻറ്റോണിം ആണ്. അപ്പോൾ എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. എക്സാമിൻ്റെ സമയത്ത് ഹിൻഡ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, അതാണ് ഞാൻ ആൻറ്റോണിമായിട്ട് എടുത്തിരിക്കുന്നത്, അതായത് റോങ് ആണെന്ന് കേട്ടോ. അപ്പോൾ ഹെൽപ്പിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഹിൻഡർ ആണ്. അടുത്ത ആൻറ്റോണിം നോക്കാം, അസംബിൾ. അസംബിളിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഡിസ്പേഴ്സ് ആണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. അസംബിളിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഡിസ്പേഴ്സ് ആണ്. അസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിച്ചേരുക, ആ ഒരു മീനിങ് നമുക്കറിയാം. അസംബ്ലിയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും അസംബിൾ ചെയ്യും, അതിനുശേഷം എന്ത് പറയും? ഡിസ്പേഴ്സ് എന്ന് പറയും അല്ലേ? അപ്പോൾ അസംബിളിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പേഴ്സ് ആണ്. അപ്പോൾ അസംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക എന്നുള്ളൊരു മീനിങ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചുവിടുക, ആ ഒരു മീനിങ് ആണ് ഡിസ്പേഴ്സിൻ്റെ. അപ്പോൾ അസംബിളിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാണ് ഡിസ്പേഴ്സ്. അടുത്ത ആൻറ്റോണിം നോക്കാം, ഇൻവേഡ്. ഇൻവേഡിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഡിഫെൻഡ് ആണ്. ഇൻവേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ആക്രമിക്കുക. ഇതെല്ലാം നമ്മൾ ഈ സോഷ്യൽ സ്റ്റഡീസൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് ടേംസുകളായിരിക്കും. ഇൻവേഡ് ചെയ്യുക, ആക്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഡിഫെൻഡ് ചെയ്യുക. ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കുക, ഇതൊക്കെയല്ലേ ഡിഫെൻഡിൻ്റെ മീനിങ്. അപ്പോൾ അതെല്ലാവർക്കും അറിയായിരിക്കും, ജസ്റ്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻവേഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആൻറ്റോണിം എന്ന് പറയുന്നത് പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഡിഫെൻഡ്. അടുത്ത ആൻറ്റോണിം നോക്കാം, ഡിപ്പാർട്ട്. ഡിപ്പാർട്ടിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എറൈവ് ആണ്. ഡിപ്പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഈ ഫ്ലൈറ്റിനൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ്. ഡിപ്പാർട്ട് ചെയ്തു, അതേപോലെ തന്നെ എറൈവ് ചെയ്തു, വന്നു, മറ്റേത് പോയി, ആ ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഡിപ്പാർട്ടിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എറൈവ് ആണ്. അടുത്ത ആൻറ്റോണിം നോക്കാം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്പെയർ. ഡിസ്പെയറിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ്. എന്താണ് ഡിസ്പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിരാശ. ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ, അതായത് ഹോപ്പ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക, എന്താണ് ഡിസ്പെയറിൻ്റെ ഓപ്പോസിറ്റ്? എന്താണ്? ഹോപ്പ് ആണ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഡെസ്പെയർ എന്ന് പറയുമ്പോൾ ഡെസ് പഠിച്ചിട്ടുള്ള പെയറിനെ ആലോചിക്കുക കേട്ടോ. ഡെസ്പെയർ എന്ന് പറയുമ്പോൾ ഡെസ് പഠിച്ചിട്ടുള്ള പെയർ ഇരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇത് വലിയ ഹോപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അതായത് ഡൈവേഴ്സ് ഒക്കെ ആവുമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാം. ഡെസ്പെയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോപ്പ് ഇല്ല, അത് ആൻറ്റോണിമായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് എന്ന് കാണിക്കാനാണ് ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ പെയറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹോപ്പാണ്. ആൻറ്റോണിം നോക്കാം, ഗസ്റ്റ്. ഗസ്റ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഹോസ്റ്റ് ആണ്. നമുക്കറിയാം, ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരല്ലേ. ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തുന്ന, അതായത് ആ വീട്ടുകാരെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ ആരാണ് ഹോസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മീനിങ് ആണ് ഹോസ്റ്റിനുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഗസ്റ്റ് ആണ്. അടുത്ത ആൻറ്റോണിം ഗ്രീവ് ആണ്.
ഗ്രീവിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് റിജോയ്സ് ആണ്. ഗ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറോ, അതായത് വിഷമമുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഗ്രീവിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? റിജോയ്സ് ആണ്. റിജോയ്സിനകത്ത് തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. റിജോയ്സ്, ജോയ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം അല്ലേ. അപ്പോൾ സന്തോഷം അല്ലെങ്കിൽ റിജോയ്സിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീവ് ആണ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്രേവ് ആലോചിക്കുക കേട്ടോ, ശ്മശാനം, ആ ഒരു മീനിങ്. അപ്പോൾ ഗ്രേവിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ജോയ് ഉണ്ടാവില്ല, അതാണ് റിജോയ്സ് ഉണ്ടാവില്ല കാണിക്കാനാണ് ഞാൻ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? റിജോയ്സ്. ആൻറ്റോണിം നോക്കാം, സെക്യുലൻറ്റ്. സെക്യുലൻറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നാണ് കേട്ടോ. എന്താണ് സെക്യുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നീരുള്ള അല്ലെങ്കിൽ ജ്യൂസ് ഉള്ള, അതായത് നീരെന്ന് പറഞ്ഞാൽ കാലിലത്തെ നീരല്ല കേട്ടോ, നീരുള്ള, അതായത് വാട്ടർ കണ്ടന്റ് ഉള്ള ആ ഒരു മീനിങ് ആണ്. അപ്പം സെക്യുലൻ്റ് എന്ന് പറഞ്ഞാൽ ജ്യൂസ് ഉള്ള അല്ലെങ്കിൽ നീരുള്ള ആ ഒരു മീനിങ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് വരുന്നത്? ഡ്രൈ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. സെക്യുലൻ്റ് എന്ന് പറയുമ്പോൾ നീരുള്ള ആ ഒരു മീനിങ്ങിൽ തന്നെ നമുക്ക് എടുക്കാം. വെള്ളമുള്ള, ആ വെള്ളമുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ സക്ക് ചെയ്യും അല്ലേ, ജ്യൂസൊക്കെ നമ്മൾ സക്ക് ചെയ്താണ് കുടിക്കാറ്. അപ്പോൾ ആ ഒരു സിനോണിം തന്നെ അതിനകത്ത് വരുന്നുണ്ട്, അതിൻ്റെ ഒരു മീനിങ് തന്നെ അതിനകത്തുണ്ട് അല്ലേ. അപ്പോൾ സെക്യുലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെള്ളമുള്ള അല്ലെങ്കിൽ ജ്യൂസ് ഉള്ള, നീരുള്ള ആ ഒരു മീനിങ് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാത്തത്, അതായത് ഡ്രൈ ആണ്. ലാസ്റ്റ് ആൻറ്റോണിം നോക്കാം, വേറി. വേറിയുടെ ആൻറ്റോണിം എന്ന് പറയുന്നത് കെയർലെസ് ആണ് കേട്ടോ. വേറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത, ആ ഒരു മീനിങ് ആണ്. അപ്പോൾ വേറിയുടെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കെയർലെസ്, അതായത് ഇല്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ കെയർലെസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും നോക്കാം. വേറി എന്ന് പറയുമ്പോൾ വാരി ആലോചിക്കുക, മലയാളം വേർഡാണ് വാരുക കേട്ടോ. അപ്പോൾ വാരി എന്ന് ആലോചിക്കുക. അപ്പോൾ വാരുമ്പോൾ നമ്മളെപ്പോഴും കെയർലെസ് ആവാൻ പാടില്ല, കെയർലെസ് ആവരുത് കേട്ടോ, അതാണ് ഓപ്പോസിറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം വാരുമ്പോൾ കെയർലെസ് ആവരുത്. കാരണം എന്താ? എന്ത് സാധനങ്ങളും നമ്മൾ വാരുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ വല്ല കുപ്പിച്ചിലോ അത് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ വേരിയുടെ ഓപ്പോസിറ്റ് ആൻറ്റോണിം എന്ന് പറയുന്നത് എന്താണ്? കെയർലെസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യം കൂടെ ഒന്ന് കമൻറ്റിൽ കൊടുക്കുക. അപ്പോൾ എനിക്ക് അതനുസരിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.